ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മാർബിൾ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ. ഞാനിപ്പോൾ ഇതുപോലൊരു ടീ കപ്പാണ് എടുത്തേക്കുന്നത് മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഓയിലും ഒക്കെ അളന്നെടുക്കുന്നത് ഈ ഒരു കപ്പിലാണ്. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലൊന്ന് അളന്നെടുക്കാം കേട്ടോ. ഞാൻ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് സാധാരണ നോർമൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണിലാണ് കേട്ടോ. ഇതാണ് നമ്മൾ ടീസ്പൂൺ ഉപയോഗിക്കുക, നമ്മുടെ ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലാണ് ഞാനിപ്പോൾ അളവുകളൊക്കെ എടുക്കണം. നമുക്ക് മെഷറിംഗ് കപ്പോ സ്പൂണോ ഒന്നുമില്ലെങ്കിലും സാരമില്ല, നമുക്കിതിൽ തന്നെ അളവെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതിയേ. ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഓഫ് ഫ്ലവർ എടുക്കാം കേട്ടോ. ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അരിക്കാനായിട്ട് ഒരു അരിപ്പയിലോട്ട് നമുക്ക് ആദ്യം ഈ മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ അളവെടുക്കുന്നതെല്ലാം ഈ ഒരു കപ്പിലാണ് അളന്നെടുക്കുന്നത്. അതുകൊണ്ട് ഓയിലും എല്ലാ കാര്യങ്ങളും പഞ്ചസാരയും എല്ലാം ഈ ഒരു കപ്പിൽ തന്നെ കേട്ടോ അളന്നെടുക്കണേ. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു കപ്പിൻ്റെ കേക്കിൻ്റെ അളവാണ്. അടുത്തന്നെ ആഡ് ചെയ്യാൻ പോണത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഏറ്റവും ചെറിയ സ്പൂണിനകത്ത് ഒരു സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സെയിം സ്പൂണിൽ തന്നെ അര സ്പൂണിലും കുറച്ചുകൂടെ താഴെ നമ്മളൊരു ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക കേട്ടോ. അര സ്പൂണിൽ കുറച്ചുകൂടെ താഴെയാണ് ബേക്കിംഗ് സോഡ. അടുത്തൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ, അതുകൂടെ ആഡ് ചെയ്യുക. നമുക്കിനി ഇതെല്ലാം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ അരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് മിനിമം ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കാൻ നോക്കുക. മാക്സിമം എത്ര തവണയും ചെയ്യാം, ഒരു മിനിമം 3 തവണയെങ്കിലും അരിച്ച് വേണം ചെയ്യേണ്ടത് കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാവേ. പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും ഈവനായിട്ട് എത്താനും നമ്മുടെ കേക്ക് നന്നായിട്ട് ഒരേപോലെ പൊങ്ങി വരാനൊക്കെ സഹായിക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം നടുക്കുവശമൊക്കെ കുഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം നന്നായിട്ട്. ഒരു 3 തവണയെങ്കിലും നിങ്ങൾ കുറഞ്ഞെടുക്കണം. അതുപോലെ എടുക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്ത് വേണം എടുക്കാൻ. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കുക കേട്ടോ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തന്നെ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമുള്ള ബാറ്റർ ഉണ്ടാക്കാവേ, കേക്കിന് ആവശ്യമുള്ള ബാറ്റർ ഉണ്ടാക്കാമേ. നമ്മളിതാ ബീറ്ററൊന്നും ഇല്ലാതെ മിക്സിയുടെ ജാറിലാണ് കേട്ടോ നമ്മളെല്ലാം അടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലും നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 നോർമൽ സൈസ് മുട്ടയാണ്. ഇത് റൂം ടെമ്പറേച്ചറിൽ എടുക്കണം കേട്ടോ. മുട്ട ഇപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറായിരിക്കണം കേട്ടോ. ഇത് നമുക്ക് 2 മുട്ടയാണ്. ഇത് നമുക്ക് മിക്സി ജാറിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ എടുത്തത് ആ സ്പൂണിനകത്ത് ഒരു സ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ചെറിയ സ്പൂണിനകത്താണേ. നമുക്കൊരു വാനില സ്പഞ്ച് വേണ്ടത് കൊണ്ട് നമുക്കൊരു സ്പൂൺ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. മുട്ടയ്ക്കകത്ത് നമുക്കിതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് ഈ മുട്ടയുടെയും വാനില എസൻസും കൂടെ മിക്സ് നമുക്കൊരു 30 സെക്കൻഡ് നല്ല ഹൈ സ്പീഡിലിട്ട് പതപ്പിച്ചെടുക്കാവേ. നമ്മൾ 30 സെക്കൻഡ് നല്ല ഹൈ സ്പീഡിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചത് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളെടുത്ത സെയിം നമ്മളെടുത്ത ആ സെയിം കപ്പിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര പഞ്ചസാര എടുക്കാം കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ മധുരം കുറച്ച് മതി, ഞാൻ 1/2 കപ്പ് എടുത്തേക്കണേ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 3/4 കപ്പ് വേണമെങ്കിൽ എടുക്കാവേ. 3/4 കപ്പ് 1 കപ്പ് എടുത്താൽ നല്ല മധുരമായിരിക്കും. 3/4 കപ്പ് എടുക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് എടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് ഇത് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് നല്ല ഫുൾ സ്പീഡിട്ടൊന്ന് അടിച്ചെടുക്കാവേ.
ഇതാ നമ്മൾ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് അടിച്ച് പതച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഒരു 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 മിനിറ്റ് നല്ല ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം, നല്ല നീറ്റായിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് പതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ബീറ്ററൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ പതഞ്ഞ് കിട്ടും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മളെടുത്ത കപ്പ്, അളവെടുത്ത കപ്പിനകത്ത് തന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാൻ ചേർക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടറാണ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിനി ഇതൊരു ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ മുട്ടയും നമ്മുടെ എണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി മരിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്നിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്യണം. ഒരുമിച്ചെല്ലാം കൂടെ ആഡ് ചെയ്യല്ലേ. ഒരു 3 ബാച്ചായിട്ട് നമുക്കിത് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് ഇട്ട് കൊടുത്തതേ ഇതുപോലത്തെ ഒരു തടിയുടെ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ ആദ്യത്തെ ബാച്ച് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയേ. നമുക്കിത് ഞാൻ ആദ്യത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയേ. വല്ലാതിട്ടങ്ങ് ഒരുപാടിട്ടങ്ങ് ഇളക്കി കൊടുക്കരുത്. നമ്മുടെ ബാറ്റർ അങ്ങ് ലൂസായി പോവും. അതുകൊണ്ട് ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫുള്ള് മാവ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനേ. ഇനി ഒരുപാടിട്ടങ്ങ് ഇളക്കരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി കുറച്ച് തിക്കാണ്. നമുക്കൊരു 2 സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഇത് കുറച്ച് ലൂസ്. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് നല്ല ലൂസല്ല, നല്ലതായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇത് ഇച്ചിരി കട്ടിക്കാണ്. നമുക്ക് 2 സ്പൂൺ പാലോട് ഒഴിച്ച് നിന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലെ പാലൊഴിക്കാൻ നോക്കുക കേട്ടോ. തണുത്ത പാലൊഴിക്കല്ലേ, റൂം ടെമ്പറേച്ചറിലെ പാലൊഴിക്കണേ. നമുക്കതോടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ബാറ്ററി ലൂസായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു സ്പൂണ് പാലോടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ബാറ്ററിയോട് മിക്സ് ആയിട്ടുണ്ടേ. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്കിങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ഇതുപോലെ ഇരിക്കണം കേട്ടോ നമ്മുടെ മാവേ. അപ്പോൾ ഞാൻ ഒരു സ്പൂണും കൂടെ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം ഒരു 3 സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ലൂസാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും പാൽ ആഡ് ചെയ്യാം. പാൽ ആഡ് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിലെ പാൽ തന്നെ ആഡ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മുടെ ഈ മിക്സിനകത്ത് നമുക്കൊരു കുറച്ചെടുത്ത് നമ്മുടെ വേറൊരു ബൗളിലോട്ട് മാറ്റി നമുക്ക് അതിനകത്തോട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററോട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് വേണ്ടത്ര എടുക്കാം കേട്ടോ. നേർപകുതി വേണമെങ്കിൽ നേർപകുതി എടുക്കാം, അല്ലെങ്കിൽ 1/4 ഭാഗം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ഞാനൊരു നല്ല ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ കൊക്കോ പൗഡർ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര ആഡ് ചെയ്യാവേ. ഇത് നമുക്ക് ആദ്യം കട്ട കളഞ്ഞ് മിക്സ് ചെയ്ത് പാലിൽ ഒരു 2-3 സ്പൂൺ പാലിനകത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്റിലോട്ട് ആഡ് ചെയ്യാവേ. 2 സ്പൂൺ പാൽ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലോട് ഒഴിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇത് കട്ട കളഞ്ഞൊന്നും എടുക്കണേ. ഡയറക്റ്റ് ആഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കട്ട പിടിച്ചു പോകും, കട്ടയായിട്ട് കിടക്കും നമ്മുടെ ബാറ്ററിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാലോട് ആഡ് ചെയ്യാവേ. ഇതാ നമ്മൾ മിക്സ് ചെയ്യുന്ന ബാറ്റർ ഞാൻ ഈ ഒരു ലൂസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നമ്മുടെ ഈ ബാറ്ററോട്ട് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതാ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ ബാറ്റർ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ കുക്കറിലാണ് ഞാൻ ഇപ്രാവശ്യം കേക്ക് ബേക്ക് ചെയ്യുന്നത്. നമുക്ക് കുക്കർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ കുക്കർ നമ്മുടെ ഓയിൽ വെച്ച് തന്നെ ജസ്റ്റ് ഓയിലൊക്കെ തേച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്യാനുള്ള സെറ്റാക്കി എടുക്കാം കേട്ടോ. 4 സൈഡ് നമ്മൾ നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കണേ.
നമുക്കിത് അടുക്കി പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ടാണ്. നമുക്ക് ഓയിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാവേ. 4 സൈഡും നന്നായിട്ട് നൂല് തടവി കൊടുക്കാം. ഇനി അതിനോട് റൗണ്ടിലോട്ട് കട്ട് ചെയ്തേക്കണ ബട്ടർ പേപ്പറോട് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. ബട്ടർ പേപ്പർ ഓപ്ഷണലാണ്. നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ മാവ് തന്നെ ജസ്റ്റ് ഇതിന് ചുറ്റും ചുറ്റിച്ചെടുത്താലും മതി കേട്ടോ. നമുക്കിങ്ങനെ അടുക്കി പിടിക്കാതെ കിട്ടാനായിട്ടാണേ. ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. അതുപോലെ സൈഡിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ 4 സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുക്കാം കേട്ടോ. നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു പഴയ പാനാണ്. ആ ഒരു പാന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വെക്കാം ആദ്യം. എന്നിട്ട് വേണം കുക്കർ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചൂടാക്കാൻ വെക്കാം. നമ്മളിത് ഓൾറെഡി ബട്ടർ പേപ്പറൊക്കെ വെച്ച് വെച്ചേക്കുന്ന ഇതിനകത്തോടെ നമ്മൾ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആദ്യം ഇങ്ങനെ ലെയറാണ് നമ്മൾ സ്പഞ്ച്, അതായത് വാനില സ്പഞ്ചിൻ്റെ ബാറ്ററും നമ്മുടെ ചോക്ലേറ്റ് ബാറ്ററുടെ ലെയർ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് ആദ്യം ഇപ്പോൾ അതുകൊണ്ട് വാനിലയുടെ ഒരു ലെയർ ഇട്ട് കൊടുക്കാവേ. നമ്മൾ ആദ്യത്തെ സ്പഞ്ചിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണേ. നിങ്ങളുടെ ബാറ്റർ നമ്മൾ ആദ്യത്തെ ലെയർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് സ്പഞ്ചിൻ്റെ ബാറ്ററെ. നിങ്ങൾ ബാറ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഭയങ്കര ഇച്ചിരി കട്ടിയായിട്ട് തോന്നുവാണ്, നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാൻ ഇങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് ലൂസാക്കി എടുക്കാവേ. നമുക്കിനി നമ്മുടെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചേക്കണം നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി പാൽ കുടിക്കണോ? നമ്മൾ അടുത്ത ലെയറായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് അതിൻ്റെ മുകളിലോട്ട് അടുത്ത് നമ്മുടെ സ്പഞ്ച് ബാറ്ററോട് ഒഴിച്ച് കൊടുക്കാവേ. തന്നെ അങ്ങ് സ്പ്രെഡ് ആയിക്കോളൂ കേട്ടോ. താഴോട്ട് നമ്മൾ മണ്ടൽ ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ച് സ്പ്രെഡ് ആയിക്കോളുവേ. നമുക്ക് ഏറ്റവും ടോപ്പായിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ ബാറ്ററിൽ നമ്മൾ ലെയറായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കൂടുതൽ ചോക്ലേറ്റ് ബാറ്ററാണ് കൂടുതൽ എടുത്തേക്കണേ. ഞാൻ വാനില സ്പഞ്ച് കുറവാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈക്വലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വാനിലയുടെ സ്പഞ്ച് കൂടുതൽ വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ലെയറായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് ജസ്റ്റ് ഒരു ഡിസൈൻ വരച്ച് കൊടുക്കാവേ. ഇങ്ങനെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുത്താൽ നമുക്ക് ജസ്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടുവേ. നന്നായിട്ട് ഇത് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ നല്ല ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, എയർ ബബിൾസ് ഉണ്ടെങ്കിലൊക്കെ പൊക്കോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇത് അടയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ വെയിറ്റ് വേണ്ട, നമുക്കിതങ്ങ് റിമൂവ് ചെയ്ത് കളയാം. വെയിറ്റ് ഇല്ലാതെ വേണം കുക്കർ അടച്ച് വെക്കാനേ. നമുക്കിനി കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു പാൻ 10 മിനിറ്റായിട്ട് നമ്മൾ ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇനി കുക്കർ എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ കുക്കർ അടയ്ക്കാൻ പോവാണേ. നമ്മുടെ കല്ല് നല്ല ചൂടായിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒരു പഴയൊരു പാനാണ് വെച്ചേക്കണേ. നിങ്ങൾക്ക് പാനുണ്ടെങ്കിൽ പാൻ വെക്കാം, അല്ലെങ്കിൽ ദോശക്കല്ലുണ്ടല്ലോ കല്ലിൻ്റെ, അതാണെങ്കിലും വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു പഴയ പാൻ നമുക്ക് ഇതുപോലെ ഒന്ന് ബേസായിട്ട് കൊടുത്താൽ മതി. ഇതിനകത്തോട് നമ്മൾ ഓൾറെഡി അടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കുക്കറുണ്ടല്ലോ, അതങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ഇടാം. അപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വരട്ടെ. ഒരു 45 മിനിറ്റ്സ് നമുക്കിത് ആദ്യം ബേക്ക് ചെയ്യാൻ വെക്കാം. 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോ എന്ന്. അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഫ്ലെയിമിൻ്റെയും അതുപോലെ നമ്മുടെ ഇതിൻ്റെ ചൂടിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ജസ്റ്റ് ആവി വരാൻ തുടങ്ങും. അപ്പോൾ അത് വരുന്നതനുസരിച്ചിട്ട് നോക്കിയാൽ മതി കുക്കായിട്ടുണ്ടോ എന്ന് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവി വരും, അതൊന്ന് നോക്കിയാൽ മതി. അതുപോലെ കേക്കിന് നല്ല സ്മെല്ലും വരും, ബേക്കാവുന്ന സ്മെല്ലും വരും. അതൊന്ന് നോക്കിയാൽ മതി. നമുക്ക് എന്തായാലും ഒരു 45 മിനിറ്റ്സ് ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ 45 മിനിറ്റ്സ് ആയിട്ടാണ്. നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് എങ്ങനെയാണ്, തുറന്ന് നോക്കാവേ. 45 മിനിറ്റ്സ് ആയപ്പോൾ നന്നായിട്ട് നമ്മുടെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോ നോക്കാവേ. നമുക്കിതൊന്ന് വെന്തോ നോക്കാം കേട്ടോ. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, വെന്തോ നോക്കാം. താഴെ വരെ ആയിട്ട് പോകണം കേട്ടോ. നമ്മളിതിലൊന്നും പറ്റിയിട്ടില്ല, നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം.
ഇതാ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള പ്രഷർ കുക്കർ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതെങ്ങനെയുണ്ടെന്നേ. എന്നാലും നമുക്ക് കട്ട് ചെയ്താലോ? ഹാപ്പി ബർത്ത്ഡേ ആണോ? ക്രിസ്മസ് അല്ലേ? ദാ നമ്മുടെ ഈസി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. ഞാൻ ചോക്ലേറ്റിൻ്റെ ബാറ്ററാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ചൂടായിട്ട് ചോക്ലേറ്റ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ട ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവറാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് അവിടെ എനിക്കിങ്ങനെ എടുത്തേക്കണേ. നിങ്ങൾക്ക് ഇത് ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വലായിട്ട് ലെയറായിട്ട് കിട്ടുവേ. അപ്പോൾ അത് നല്ല സോഫ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവർക്കും വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്.